സ്ട്രെസ്സോ ആങ്സൈറ്റി ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ അധികമായിട്ടുള്ള ഫുഡ് എടുക്കുന്ന ഒരു ശീലം ഉണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബി കോഷ്യസ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാനും അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം ഡെവലപ്പ് ചെയ്ത് പൊണ്ണത്തടി അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളിലോട്ടും എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സങ്കടം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് വന്നാൽ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ഫുഡിനൊരു കംഫർട്ട് ലെവലറായിട്ട് കാണും. എസ്പെഷ്യലി ഹൈ ഫാറ്റും ഹൈ ഷുഗർ കണ്ടന്റൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇത് നിങ്ങളുടെ ബോഡിയിൽ ടെമ്പററി ആയിട്ട് സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അങ്ങ് റേസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് റിലീഫ് കിട്ടും. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശപ്പില്ലാത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, അതുപോലെ തന്നെ ഈ ഐസ്ക്രീംസ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരിക. പിന്നെ തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ തിന്നേണ്ടതില്ലായിരുന്നു എന്നൊരു തോന്നൽ വരിക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യാം? ഏത് ഇമോഷൻ വരുമ്പോഴാണ് ഇതുപോലത്തെ ട്രിഗേഴ്സ് വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും, നമ്മളൊന്ന് കോഷ്യസ് ആയിരിക്കും. പിന്നെ ഈ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് പകരം നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും ഹോബീസ്, വല്ല സൈക്ലിങ്ങോ സിംഗിങ്ങോ ഡാൻസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ്ങോ അങ്ങനത്തെ ഹോബീസിലോട്ട് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം നിങ്ങളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസുകൾ എടുക്കുക, റിലാക്സേഷൻ ടെക്നിക്സ്, യോഗ, മെഡിറ്റേഷൻ പോലത്തെ ഒക്കെ ചെയ്യാം. ഇങ്ങനത്തതിലോട്ടൊക്കെ നമുക്ക് ഒന്ന് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്താൽ നമ്മുടെ ഈ ഈറ്റിംഗ് ഡിസോർഡർ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും.